മലപ്പുറത്തെ +1 പ്രതിസന്ധിയിൽ മന്ത്രി അബ്ദുറഹിമാന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ മാർച്ച്. പ്രവർത്തകർ തിരൂർ കോഴിക്കോട് റോഡ് ഉപരോധിക്കുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ഷഹദ്, എങ്ങനെയാണ് പ്രതിഷേധം? ഷഹദ്, റിജിത്ത്, അല്പസമയം മുൻപാണ് ഈ മാർച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മന്ത്രി വി അബ്ദുറഹിമാന്റെ ക്യാമ്പ് ഓഫീസിലേക്കാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകർ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ മാർച്ചായിരുന്നു. ആദ്യം പുരുഷ പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ പിന്നീട് സ്ത്രീ പ്രവർത്തകരുണ്ടായിരുന്നു. എന്നാൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നാമമാത്രമായി 2 വനിതാ പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വെട്ടിലായി എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായി കോഴിക്കോട് അതുപോലെ തന്നെ ഈ തിരൂർ പാത അത് പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം ജില്ലയിലുടനീളം നടക്കുകയാണ്. ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹിമാന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയിൽ വാസ്തവ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം മലപ്പുറത്തെ വിദ്യാർത്ഥികൾ 2 തവണ ഇത്തരത്തിൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചു എന്നുള്ളത് എന്നാൽ ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഏകജാലക വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.